ഒരു പേര് ലോകം മുഴുവനും ചായക്കടകളിൽ തുടങ്ങി ആഡംബര ഹോട്ടലുകളിലും തെരുവിലും മണിമാളികകളിലും കുഞ്ഞുകുട്ടികൾക്കിടയിലും പ്രായമുള്ളവർക്കിടയിലും അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ഉയർന്നു കേൾക്കണമെങ്കിൽ അയാൾ ഒരു മാന്ത്രികനായിരിക്കണം. തന്റെ മന്ത്രവിദ്യ കൊണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും കീഴ്പ്പെടുത്തിയവനാകണം. അവന്റെ രൂപത്തിലും ഭാവത്തിലും വർത്തമാനത്തിലും ആ മന്ത്രവിദ്യ ഒളിഞ്ഞിരിപ്പുണ്ടാകണം. സംഗീതം കൊണ്ട്, നൃത്തം കൊണ്ട്, ആത്മാർത്ഥതയും അർപ്പണബോധവും നിരന്തര പ്രയത്നവും നിതാന്ത പരിശ്രമവും കൊണ്ട് ലോകം കീഴടക്കിയ ഒരു മാന്ത്രികൻ. അമ്മയുടെ സ്നേഹലാളനകൾക്കിടയിൽ നിന്നും നിഷ്കളങ്കമായ ഒരു ബാല്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് അപരിചിതമായ ഒരു ലോകത്തേക്ക്, അവിശ്വസനീയമായ ഒരു ജീവിതത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരാൾ. ഇടയ്ക്ക് എപ്പോഴോ ജീവിതത്തിന്റെ ചുവടുകൾ പിഴച്ചു തുടങ്ങിയപ്പോഴും സ്റ്റേജിലെ തന്റെ ചുവടുകളിൽ വീണ്ടും വീണ്ടും മന്ത്രവിദ്യകൾ കാണിച്ചുകൊണ്ടേയിരുന്നവൻ. വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നവൻ. ശരികളും തെറ്റുകളും മാറ്റിവെച്ചാൽ മാന്ത്രികൻ, മഹാമാന്ത്രികൻ മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ എന്ന ഇതിഹാസ പോപ്പ് താരം മരണമടഞ്ഞിട്ട് 15 വർഷം തികയുകയാണ്. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. 1958 ഓഗസ്റ്റ് 29 ഇന്ത്യാനയിലെ ഗാരിയിൽ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജോസഫ് വാൾട്ടർ ജോ ജാക്സൺ, കാതറിൻ എസ്തർ സ്ക്രൂസ് എന്നിവരുടെ 10 മക്കളിൽ 8ാമനായാണ് മൈക്കിൾ ജോസഫ് ജാക്സൺ ജനിച്ചത്. റബ്ബി, ജാക്കി, ടിറ്റോ, ജെർമൈൻ, ലാറ്റോയ, മർലോൺ, റാൻഡി, ജാനറ്റ് എന്നിവരായിരുന്നു മൈക്കിളിന്റെ സഹോദരങ്ങൾ. ഉരുക്കുമിൽ തൊഴിലാളിയായിരുന്ന അച്ഛനും അദ്ദേഹത്തിന്റെ സഹോദരൻ ലൂതറും ദി ഫാൽക്കൺസ് എന്ന R&B സംഗീത സംഘത്തിൽ അംഗമായിരുന്നു. കടുത്ത വിശ്വാസിയായ അമ്മ ഒരു യഹോവ സാക്ഷിയായാണ് മൈക്കിളിനെ വളർത്തിയിരുന്നത്. കുട്ടിക്കാലത്ത് തന്റെ അച്ഛൻ തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് മൈക്കിൾ ജാക്സൺ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ അച്ഛന്റെ കണിശമായ അച്ചടക്കം തന്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അച്ഛൻ തങ്ങളെ ഭിത്തിയിലേക്ക് തള്ളി ഇടിപ്പിച്ച് ശിക്ഷിക്കുമായിരുന്നുവെന്നും ഒരു രാത്രിയിൽ അച്ഛൻ ഒരു ഭീകര മുഖംമൂടി ധരിച്ച് ജനലിലൂടെ തന്റെ മുറിയിലേക്ക് കയറുകയും അലറി വിളിച്ച് തന്നെ ഭയപ്പെടുത്തുകയും ചെയ്തുവെന്നും ഉറങ്ങുമ്പോൾ ജനൽ തുറന്നിടരുത് എന്ന് മക്കളെ പഠിപ്പിക്കാനാണ് അച്ഛൻ അങ്ങനെ ചെയ്തത് എന്നും ഈ സംഭവത്തിന് ശേഷം അനേക വർഷങ്ങൾ താൻ കിടപ്പുമുറിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെടുന്നതായി ദുസ്വപ്നങ്ങൾ കാണുമായിരുന്നുവെന്നും ജാക്സൺ പറഞ്ഞിട്ടുണ്ട്. താൻ ജാക്സനെ ചാട്ടവാറുകൊണ്ട് അടിക്കാറുണ്ടായിരുന്നുവെന്ന് 2003 അച്ഛനായ ജോസഫ് BBC നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 1993 ഓപ്ര വിൻഫ്രിമാൻ നടത്തിയ അഭിമുഖത്തിലാണ് മൈക്കിൾ ജാക്സൺ താൻ അനുഭവിച്ച ബാല്യകാല പീഡനങ്ങളെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞത്. താൻ കുട്ടിക്കാലത്ത് ഏകാന്തത മൂലം കരയാറുണ്ടായിരുന്നെന്നും അച്ഛനെ കാണുമ്പോൾ തനിക്ക് പേടി വരുമെന്നും മൈക്കിൾ ജാക്സൺ പറഞ്ഞു. 2003 ലിവിംഗ് വിത്ത് മൈക്കിൾ ജാക്സൺ എന്ന അഭിമുഖത്തിൽ തന്റെ കുട്ടിക്കാലത്തെ പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൈക്കിൾ ജാക്സൺ മുഖം മറച്ച് കരഞ്ഞിരുന്നു. താനും സഹോദരങ്ങളും പാട്ട് പരിശീലിക്കുമ്പോൾ അച്ഛൻ ഒരു ബെൽറ്റുമായി അത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നുവെന്ന് മൈക്കിൾ ജാക്സൺ ഓർമ്മിക്കുന്നു. അക്കാലത്ത് കുട്ടികളെ ശിക്ഷിക്കുന്ന ഒരു സാധാരണ രീതി മാത്രമായിരുന്നു അതെന്നാണ് ജാക്സന്റെ മാതാവ് ഒരു അഭിമുഖത്തിൽ പിന്നീട് പറഞ്ഞത്. കൂടാതെ മൈക്കിൾ ജാക്സൺ തീരെ കുട്ടിയായതുകൊണ്ടാണ് ഇത്തരം ശിക്ഷകൾ താങ്ങാൻ കഴിയാതിരുന്നത് എന്നും മൈക്കിൾ ജാക്സന്റെ സഹോദരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് അതെല്ലാം സാധാരണയായിരുന്നുവെന്നും അവർ പറഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൈക്കിൾ ജാക്സൺ സംഗീതത്തിലുള്ള തന്റെ കഴിവ് തെളിയിച്ചു. 1964 മൈക്കിൾ ജാക്സണും മെർലോണും സഹോദരങ്ങളായ ജോക്കി, ടിറ്റോ, ജെർമൈൻ എന്നിവർ ചേർന്ന് തുടങ്ങിയ ജാക്സൺ ബ്രദേഴ്സ് എന്ന സംഗീത സംഘത്തിൽ അംഗങ്ങളായി. തന്റെ 8ാം വയസ്സിൽ മൈക്കിൾ ജാക്സണും സഹോദരൻ ജെർമൈനും സംഘത്തിലെ പ്രധാന ഗായകരുടെ സ്ഥാനം ഏറ്റെടുത്തു. സംഘത്തിന്റെ പേര് ദി ജാക്സൺസ് 5 എന്നാക്കി. ഇവർ 1966-88 കാലഘട്ടത്തിൽ US-ൽ അനേകം പര്യടനങ്ങൾ നടത്തി. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ള ക്ലബ്ബുകളുടെ കൂട്ടമായ ചിറ്റ്ലിൻ സർക്യൂട്ടിൽ ഇവർ ഇടയ്ക്കിടെ പ്രകടനങ്ങൾ നടത്തി. സ്ട്രിപ്റ്റീസ് പോലെയുള്ള ലൈംഗിക വിനോദങ്ങൾക്ക് ആമുഖമായാണ് പലപ്പോഴും ഇവർ പാടിയിരുന്നത്. 1966 ആ പ്രദേശത്ത് പ്രശസ്തമായ ഒരു ഗാന മത്സരത്തിൽ ഇവർ വിജയികളാകുന്നു. 1967 പ്രാദേശിക റെക്കോർഡ് ലേബലായ സ്റ്റീൽ ടൗണിന് വേണ്ടി ബിഗ് ബോയ് എന്ന ഗാനം ജാക്സൺസ് 5 ആലപിച്ചു. 1968 മോട്ടൌണുമായി കരാറിൽ ഏർപ്പെട്ടു. സംഗീത മാസികയായ റോളിംഗ് സ്റ്റോൺ കുഞ്ഞു ജാക്സനെ സംഗീതത്തിൽ അത്ഭുതകരമായ കഴിവുള്ളവനായി അന്ന് വിശേഷിപ്പിച്ചു. സംഘത്തിന്റെ ആദ്യ 4 സിംഗിൾസും ഐ വോണ്ട് യു ബാക്ക്, ABC, ദ ലവ് യു സേവ്, ഐ വിൽ ബി ദേർ എന്നിവ ബിൽബോർഡ് ഹോട്ട് 100-ൽ 1ാം സ്ഥാനം വരെ എത്തി. 1971 മൈക്കിൾ ജാക്സണും കുടുംബവും കാലിഫോർണിയയിലെ വലിയ വീട്ടിലേക്ക് താമസം മാറുന്നത്. 1972 തുടങ്ങി മോട്ടോണുമൊത്ത് ജാക്സൺസ് 5 സോളോ സ്റ്റുഡിയോ ആൽബങ്ങൾ പുറത്തിറക്കി. ആ ആൽബങ്ങളിലെ ഗോ ടു ബി ദേർ, ബെൻ, റോക്കിൻ റോബിൻ എന്നീ ഗാനങ്ങൾ വൻ വിജയങ്ങളായി. ഇതിൽ ബെൻ ഓസ്കാറിന് നാമനിർദ്ദേശിക്കപ്പെടുകയും മികച്ച ഗാനം എന്ന വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് അർഹമാവുകയും ചെയ്തു. കൂടാതെ ബെൻ ഒരു സോളോ ഗായകൻ എന്ന നിലയിൽ അമേരിക്കൻ ബിൽബോർഡ് ഹോട്ട് 100-ൽ മൈക്കിൾ ജാക്സന്റെ ആദ്യ നമ്പർ 1 ഗാനമാവുകയും ചെയ്തു.
എന്നാൽ 1973ഓടെ ഇവരുടെ സ്വീകാര്യത കുറഞ്ഞു തുടങ്ങിയതിനാലും ഗാനങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ മോട്ടൗൺ അനുവദിക്കാതിരുന്നതിനാലും ജാക്സൺസ് 5 1975 മോട്ടൗണുമായുള്ള കരാറിൽ നിന്ന് പിന്മാറി. 1975 തന്നെ ജാക്സൺസ് 5 CBS റെക്കോർഡ്സുമായി കരാറിൽ ഏർപ്പെട്ട് അതിന്റെ ഫിലാഡൽഫിയ അന്താരാഷ്ട്ര റെക്കോർഡ്സ് വിഭാഗത്തിൽ അംഗങ്ങളായി. സംഘത്തിന്റെ പേര് ദി ജാക്സൺസ് എന്നാക്കി. സഹോദരൻ ജെർമൈൻ മോട്ടൗണിൽ തന്നെ തുടർന്നതിനാലും കൂടിയാണിത്. ഇതേ സമയം ഇളയ സഹോദരൻ റാൻഡി ജാക്സൺസിൽ ജോയിൻ ചെയ്തു. അന്താരാഷ്ട്ര പര്യടനങ്ങൾ തുടർന്ന ഇവർ 1976, 1984 കാലയളവിൽ 6 ആൽബങ്ങൾ പുറത്തിറക്കി. അക്കാലത്ത് മൈക്കിൾ ജാക്സൺ ആയിരുന്നു പ്രധാന ഗാനരചയിതാവ്. ഷേക്ക് യുവർ ബോഡി, ദിസ് പ്ലേസ് ഹോട്ടൽ, ക്യാൻ യു ഫീൽ ഇറ്റ് തുടങ്ങിയവ മൈക്കിൾ ജാക്സൺ എഴുതിയ ഹിറ്റ് ഗാനങ്ങളിൽ ചിലതാണ്. 1978 ദ വിസ് എന്ന സംഗീത ചലച്ചിത്രത്തിൽ മൈക്കിൾ ജാക്സൺ അഭിനയിച്ചിരുന്നു. ദ വിസ് വിജയിച്ചില്ലെങ്കിലും ജാക്സണിന്റെ പ്രകടനം കൊണ്ടും ഡയാന റോസിന്റെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച ജോൺ സ്കിൻസിയുമായി മൈക്കിൾ ജാക്സൺ കൂട്ടുകെട്ടുണ്ടാക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ അടുത്ത സോളോ ആൽബമായ ഓഫ് ദി വോൾ നിർമ്മിക്കാമെന്ന് ക്വിൻസി ജോൺസ് സമ്മതിച്ചു. 1979 നൃത്ത പരിശീലനത്തിനിടെയുണ്ടായ ഒരു അപകടത്തിൽ മൈക്കിൾ ജാക്സന്റെ മൂക്കിന് പൊട്ടലുണ്ടായി. അന്ന് നടത്തിയ റൈനോപ്ലാസ്റ്റി ശസ്ത്രക്രിയയെ തുടർന്നാണ് പിന്നീട് അങ്ങോട്ട് മൈക്കിൾ ജാക്സന്റെ കരിയറിനെ പോലും ബാധിച്ച ശ്വാസതടസ്സവും അനുബന്ധ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ക്വിൻസി ജോൺസും മൈക്കിൾ ജാക്സണും ഒരുമിച്ചാണ് ഓഫ് ദി വോൾ നിർമ്മിച്ചത്. മൈക്കിൾ ജാക്സൺ, റോഡ് ടെമ്പർട്ടൺ, സ്റ്റീവി വണ്ടർ, പോൾ മക്കാർട്ട്നി തുടങ്ങിയവരാണ് ഇതിലെ ഗാനങ്ങൾ രചിച്ചത്. 1979 പുറത്തിറങ്ങിയ ആൽബം US ടോപ്പ് 10-ലെത്തിയ 4 ഗാനങ്ങൾ ഉൾപ്പെടുന്ന ആദ്യ ആൽബമായി. ആൽബത്തിലെ ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് ഇനഫ്, റോക്ക് വിത്ത് യു എന്നീ ഗാനങ്ങൾ ചാർട്ടിൽ 1-ാം സ്ഥാനത്തെത്തി. ബിൽബോർഡ് ഹോട്ട് 200-ൽ 3-ാം സ്ഥാനം വരെ എത്തിയ ഈ ആൽബത്തിന്റെ 2 കോടി പതിപ്പുകൾ വിറ്റഴിഞ്ഞു. പുരുഷന്മാരിലെ മികച്ച R&B ഗാനാലാപനത്തിനും ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് ഇനഫ് എന്ന ഗാനത്തിനും മൈക്കിൾ ജാക്സന് അന്ന് ഗ്രാമി പുരസ്കാരം ലഭിച്ചു. 1982 E.T. ദ എക്സ്ട്രാ ടെറിട്ടറിയൽ എന്ന ചിത്രത്തിന്റെ സ്റ്റോറി ബുക്കിനായി സമൺ ഇൻ ദി ഡാർക്ക് എന്ന ഗാനം മൈക്കിൾ ജാക്സൺ ആലപിച്ചു. അതിന് കുട്ടികൾക്കായുള്ള മികച്ച ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരവും നേടി. ആ വർഷം തന്നെയാണ് മൈക്കിൾ ജാക്സൺ എപ്പിക്കിലൂടെയുള്ള തന്റെ 2ാമത്തെ ആൽബമായ ത്രില്ലർ പുറത്തിറക്കിയത്. അത് എക്കാലത്തെയും ഏറ്റവും മികച്ച സാമ്പത്തിക വിജയം നേടിയ ആൽബമായി. ഇത് മൈക്കിൾ ജാക്സന് 7 ഗ്രാമി അവാർഡുകളാണ് നേടിക്കൊടുത്തത്. ഈ ആൽബം ബിൽബോർഡ് 200-ൽ ഏറ്റവും ഉയർന്ന 10 സ്ഥാനങ്ങളിൽ തുടർച്ചയായ 80 ആഴ്ചകളാണ് ഇടം നേടിയത്. ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട ആൽബമായ ത്രില്ലറിന്റെ ലോകമൊട്ടാകെയുള്ള വിൽപ്പന 11 കോടി കോപ്പികളാണ്. ദിനംപ്രതി പ്രശസ്തി വർദ്ധിച്ചുവന്ന മൈക്കിൾ ജാക്സന്റെ രൂപത്തിലുള്ള പാവകൾ 1984 മെയ്യിൽ വിപണിയിൽ ഇറങ്ങി. $12 ആയിരുന്നു അവയുടെ വില. മൈക്കിൾ ജാക്സന്റെ ജീവചരിത്ര രചയിതാവായ റാൻഡി ടെറബൊറലി അന്ന് ഇങ്ങനെ എഴുതി: ഒരു മാസികയോ കളിപ്പാട്ടമോ സിനിമാ ടിക്കറ്റോ പോലെ ഒരു വിനോദോപാധി വിൽക്കപ്പെടുന്നത് പോലെ അല്ല, മറിച്ച് വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റേപ്പിൾ പോലെയാണ് ത്രില്ലറിന്റെ വിൽപ്പന. ആയിടയ്ക്കാണ് ന്യൂയോർക്ക് ടൈംസ് പോപ്പ് സംഗീത രംഗത്ത് മൈക്കിൾ ജാക്സൺ അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് എഴുതിയത്. ജാക്സൺ സഹോദരങ്ങൾ സ്റ്റേജിൽ വീണ്ടും ഒന്നിച്ചു. മോട്ടൗണിന്റെ 25ാമത് വാർഷികത്തിന്റെ പ്രത്യേക തത്സമയ പരിപാടിയിലൂടെ. പരിപാടിയുടെ പ്രധാന ആകർഷണം മൈക്കിൾ ജാക്സന്റെ ബില്ലി ജീൻ എന്ന ഗാനമായിരുന്നു. മൂൺ വാക്ക് എന്ന മാന്ത്രിക ചുവടുവെപ്പ് മൈക്കിൾ ജാക്സൺ ആദ്യമായി അവതരിപ്പിക്കുന്നത് അവിടെയായിരുന്നു. ഇത് അദ്ദേഹത്തെ ആദ്യമായി എമ്മി പുരസ്കാരത്തിന് നാമനിർദ്ദേശം നേടാനിടയാക്കി. മോട്ടൗണിന്റെ 25ാമത്തെ വാർഷിക പരിപാടിയിൽ മൈക്കിൾ ജാക്സൺ അണിഞ്ഞ ജാക്കറ്റും വെള്ള കയ്യുറയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 1984 ജനുവരി 27-ന് ലോസ് ആഞ്ചലസിൽ വെച്ച് നടന്ന പെപ്സി കോളയുടെ പരസ്യ ചിത്രീകരണത്തിനിടെയാണ് മൈക്കിൾ ജാക്സന്റെ തലയ്ക്ക് തീപിടിക്കുന്നത്. അന്ന് തലയുടെ മുകൾ ഭാഗത്ത് 2ാം ഡിഗ്രിയിലുള്ള പൊള്ളലേറ്റു. അനേകം ആരാധകരുടെ മുന്നിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. ഇതിനുശേഷം മൈക്കിൾ ജാക്സൺ തന്റെ 3ാമത്തെ റൈനോപ്ലാസ്റ്റി നടത്തി. തലയിലെ പാടുകൾ മായ്ക്കുവാനുള്ള ചികിത്സകളും ആരംഭിച്ചു. 1984 വിക്ടറി ടൂർ എന്ന പേരിൽ ജാക്സൺസ് 5ന്റെ കൂടെ സംഗീത പര്യടനം നടത്തുകയുണ്ടായി മൈക്കിൾ ജാക്സൺ. 20 ലക്ഷം അമേരിക്കക്കാർ ഈ പര്യടനം കണ്ടു. തന്റെ സഹോദരന്മാരുടെ കൂടെയുള്ള അവസാന സംഗീത പര്യടനമായിരുന്നു ഇത്. ഈ ടൂറിന്റെ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് മൈക്കിൾ ജാക്സൺ തന്റെ വിഹിതമായ $50 ലക്ഷം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അന്ന് നൽകി. 1985 മൈക്കിൾ ജാക്സണും ലേണൽ റിച്ചിയും ചേർന്ന് എഴുതിയ വി ആർ ദി വേൾഡ് എന്ന ഗാനം $6.3 കോടി നേടിയത്. 2 കോടി കോപ്പികളാണ് ഈ ഗാനം ലോകമെമ്പാടുമായി വിറ്റഴിച്ചത്. ഇത് ഈ ഗാനത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാക്കി. മാത്രമല്ല 4 ഗ്രാമി പുരസ്കാരങ്ങളാണ് മൈക്കിൾ ജാക്സന് ആ ഗാനം നേടിക്കൊടുത്തത്.
1983 മൈക്കിൾ ജാക്സൺ മറ്റുള്ളവരുടെ ഗാനങ്ങളുടെ പ്രസിദ്ധീകരണ അവകാശം സ്വന്തമാക്കാൻ തുടങ്ങി. അങ്ങനെ വളരെയധികം കൂടിയാലോചനകൾക്കും വില പേശലിനും ഒടുവിൽ 1985 $4.75 കോടി ATV മ്യൂസിക് പബ്ലിഷിംഗ് മൈക്കിൾ ജാക്സൺ വാങ്ങി. അങ്ങനെ പ്രസിദ്ധരായ ലെനൻ മക്കാർട്ട്നിയുടെ ദി ബീറ്റിൽസിന്റെ ഗാനങ്ങളടക്കം 4000 ഗാനങ്ങളുടെ അവകാശം അന്ന് മൈക്കിൾ ജാക്സൺ ലഭിച്ചു. മൈക്കിൾ ജാക്സണിന്റെ ചർമ്മം യൗവനത്തിൽ ഒരു ഇടത്തരം തവിട്ട് നിറമായിരുന്നു. പക്ഷെ 1980 മധ്യത്തോടെ ക്രമേണ മാറി വെളുത്ത നിറമാകാൻ തുടങ്ങി. ഇത് വളരെയധികം മാധ്യമ ശ്രദ്ധ നേടി. തുടർന്ന് മൈക്കിൾ ജാക്സൺ തന്റെ നിറം മാറ്റാനായി ബ്ലീച്ച് ചെയ്തതാണെന്ന് ആരോപണമുയർന്നു. എന്നാൽ മൈക്കിൾ ജാക്സന്റെ ജീവചരിത്രം എഴുതിയ റാൻഡി തരാബറെല്ലിയുടെയും ഡെർമറ്റോളജിസ്റ്റ് അർണോൾഡ് ക്ലീമിന്റെയും വാക്കുകൾ പ്രകാരം മൈക്കിൾ ജാക്സന് വെള്ളപ്പാണ്ടും ലൂപ്പസും ബാധിച്ചിരുന്നു. ഇതിന്റെ ചികിത്സകൾ മൈക്കിൾ ജാക്സന്റെ സ്കിൻ ടോണിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് മൈക്കിൾ ജാക്സൺ തന്നെ പറഞ്ഞിട്ടുള്ളത്. താൻ 2 തവണ മൂക്ക് മാറ്റിവെക്കൽ, അതായത് റൈനോപ്ലാസ്റ്റി നടത്തിയത് ഒഴിച്ചാൽ മറ്റ് യാതൊരു ഫേഷ്യൽ സർജറിയും നടത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ ഒരവസരത്തിൽ താൻ കവിളിൽ നുണക്കുഴി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും തലകറക്കമുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മൈക്കിൾ ജാക്സൺ നർത്തകന്റെ ശരീരപ്രകൃതി കൈവരിക്കുന്നതിനു വേണ്ടി ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയത് മൂലം വളരെയധികം ഭാരം കുറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ പ്രതികൂലമായി ബാധിച്ചു എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന്റെ ചികിത്സകൾക്കിടെയാണ് മൈക്കിൾ ജാക്സൺ ത്വക്കുരോഗ വിദഗ്ധനായ ഡോക്ടർ അർണോൾഡ് ക്ലീനിനെ കാണുന്നതും പിന്നീട് അദ്ദേഹത്തിന്റെ നഴ്സായ ഡബ്ബി റോയുമായിട്ട് ഇഷ്ടത്തിലാവുന്നതും. തുടർന്നുള്ള ചികിത്സകൾ ഇവരുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഡബ്ബി റോ പിന്നീട് മൈക്കിൾ ജാക്സന്റെ ഭാര്യയും 2 കുട്ടികളുടെ മാതാവുമാവുകയും ചെയ്തു. ഈ വർഷങ്ങളിലാണ് മൈക്കിൾ ജാക്സനെ കുറിച്ച് ചില വ്യത്യസ്തമായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. 1986 ഒരു ടാബ്ലോയിഡ് മൈക്കിൾ ജാക്സൺ വയസ്സാകുന്നത് തടയാൻ ഹൈപ്പോബാറിക് ഓക്സിജൻ ചേംബറിലാണ് ഉറങ്ങുന്നതെന്ന് ചിത്രസഹിതം പ്രചരിപ്പിച്ചിരുന്നു. അതുപോലെ മൈക്കിൾ ജാക്സൺ പുതുതായി വാങ്ങിയ ബബിൾസ് എന്ന ചിമ്പാൻസിയും അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചു. ത്രില്ലർ കഴിഞ്ഞ് ഏകദേശം 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മൈക്കിൾ ജാക്സന്റെ അടുത്ത ആൽബമായ ബാഡ് 1987 പുറത്തിറങ്ങുന്നത്. 7 ടോപ്പ് 10 ഗാനങ്ങളാണ് ഈ ആൽബത്തിൽ നിന്നായി ഉണ്ടായത്. ഇവയിൽ 5 എണ്ണം ബിൽബോർഡ് ഹോട്ട് 100 ചാർട്ടിൽ 1ാം സ്ഥാനത്തെത്തി. ആദ്യമായിട്ടാണ് ഒരു ആൽബത്തിൽ നിന്ന് 5 ഗാനങ്ങൾ 1ാം സ്ഥാനത്തെത്തുന്നത്. ഇത് മൈക്കിൾ ജാക്സനെ വീണ്ടും ഗിന്നസ് പുസ്തകത്തിൽ എത്തിച്ചു. ഏകദേശം 4.5 കോടിയോളം പ്രതി വിറ്റഴിച്ച ബാഡ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബങ്ങളിൽ ഒന്നായി മാറി. ബാഡിലെ ലീവ് മീ അലോൺ എന്ന ഗാനം മികച്ച സംഗീത വീഡിയോ ഇനത്തിൽ മൈക്കിൾ ജാക്സന് ഗ്രാമി അവാർഡ് നേടിക്കൊടുത്തു. ആയിടയ്ക്കാണ് മൈക്കിൾ ജാക്സൺ തന്റെ ആദ്യ സോളോ സംഗീത പര്യടനമായ ബാഡ് വേൾഡ് ടൂർ 1988 തുടങ്ങുന്നത്. 14 ഷോകളിലായി ജപ്പാനിൽ മാത്രം 5,70,000 പേരാണ് ഇതിൽ പങ്കെടുത്തത്. മുൻകാല റെക്കോർഡായ 2 ലക്ഷത്തിന്റെ 3 ഇരട്ടിയായിരുന്നു ഇത്. ആയിടയ്ക്ക് ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ 7 ഷോകൾ നടത്തിയ മൈക്കിൾ ജാക്സൺ അന്നത്തെ ഗിന്നസ് പുസ്തകത്തിലെ റെക്കോർഡ് വീണ്ടും തിരുത്തി കുറിച്ചു. ഡയാന രാജകുമാരി, ചാൾസ് രാജകുമാരനുമടക്കം 5 ലക്ഷത്തിൽ കൂടുതൽ പേരാണ് ഈ ഷോകൾക്ക് സാക്ഷ്യം വഹിച്ചത്. ബാഡ് ടൂറിൽ 123 ഷോകളിലായി 44 ലക്ഷം പേരാണ് പങ്കെടുത്തത്. $12.5 കോടി നേടിയ ഈ ടൂർ ഏറ്റവും കൂടുതൽ പണം വാരിയ സംഗീത പര്യടനം എന്ന പേരിലും ഏറ്റവും കൂടുതൽ പേർ കണ്ട സംഗീത പര്യടനം എന്ന പേരിലും ഗിന്നസ് പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു. 1988 ജാക്സൺ തന്റെ ആത്മകഥയായ മൂൺവാക്ക് പ്രകാശനം ചെയ്തത്. ഇത് പൂർത്തിയാക്കാൻ ഏകദേശം 4 വർഷം എടുത്തു. തന്റെ ബാല്യകാലത്തെക്കുറിച്ചും ബാല്യകാല പീഡനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഇതിൽ തന്റെ മുഖത്തെക്കുറിച്ചും ഭാരക്കുറവിനെക്കുറിച്ചും താനൊരു വെജിറ്റേറിയൻ ആണെന്നും പറയുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച പുസ്തകങ്ങളിൽ ഒന്നാമതെത്തിയ മൂൺവാക്ക് ഏകദേശം 2 ലക്ഷം കോപ്പികൾ വിറ്റഴിച്ചിട്ടുണ്ട്. 1988 മാർച്ചിൽ കാലിഫോർണിയയിൽ 2700 ഏക്കർ സ്ഥലം $1.7 കോടി മുടക്കി വാങ്ങി മൈക്കിൾ ജാക്സൺ. തന്റെ പിൽക്കാല ഭവനമായ നെവർലാൻഡ് റാഞ്ച് നിർമ്മാണമായിരുന്നു ഉദ്ദേശം. അവിടെ അദ്ദേഹം ഊഞ്ഞാൽ, കറങ്ങുന്ന റൈഡുകൾ, വന്യമൃഗങ്ങൾ അടങ്ങുന്ന മൃഗശാല എന്നിവയും അതുപോലെ തന്നെ ഒരു സിനിമാ തിയേറ്ററും സ്ഥാപിച്ചു. 40 സുരക്ഷാ ഉദ്യോഗസ്ഥർ റോന്തു ചുറ്റിയിരുന്ന നെവർലാൻഡിൽ ഒരു റെയിൽവേ സ്റ്റേഷനും നീന്തൽക്കുളവും ഉണ്ടായിരുന്നു. 1989 മാത്രം മൈക്കിൾ ജാക്സന്റെ വരുമാനം $12.5 കോടി ആയിരുന്നു. ഇത് $10 കോടി മുകളിൽ ഒരു വർഷം നേടുന്ന സംഗീതജ്ഞൻ എന്ന നിലയിൽ മൈക്കിൾ ജാക്സനെ ഗിന്നസിൽ എത്തിച്ചു. ഇതിനിടയിലാണ് ബാലപീഡനത്തിന്റെ പേരിൽ മൈക്കിൾ ജാക്സനെതിരെ കേസുകൾ വരുന്നത്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മൈക്കിൾ ജാക്സൺ എന്നും അവരെ ഒരുപാട് സഹായിക്കുമായിരുന്നുവെന്നും പരിചയപ്പെടുന്ന ആരെയും വിശ്വസിക്കുമെന്നും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുമെന്നും മൈക്കിളിന്റെ ദൗർബല്യങ്ങളാണ് ഇതൊക്കെയുമെന്ന് അന്ന് അമ്മ കാതറിൻ പറഞ്ഞിരുന്നു. പീഡന ആരോപണം ഉന്നയിച്ചവർ പണത്തിനായി മൈക്കിളിനെ കരുവാക്കുകയായിരുന്നു എന്ന് അമ്മ കാതറിനും അടുത്ത കൂട്ടുകാരും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആരോപണം കേട്ടപ്പോൾ തകർന്നു പോയി എന്നാണ് ഇതേക്കുറിച്ച് മൈക്കിൾ ജാക്സൺ അന്ന് പ്രതികരിച്ചത്. ഇത്തരം ആരോപണങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ പക്ഷേ ഉലയ്ക്കാനായില്ല. മൈക്കിൾ ഐ ആം വിത്ത് യു എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി ആരാധകർ ഇഷ്ടഗായകനൊപ്പം നിന്നു.
ഒടുവിൽ മൈക്കിൾ ജാക്സനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് വന്നപ്പോൾ കോടതിക്ക് പുറത്ത് തടിച്ചുകൂടി സന്തോഷ കണ്ണീരിൽ മുങ്ങുന്ന ആരാധകരുടെ ചിത്രം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2019 ഡാൻ റീഡ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ചിത്രമാണ് ലീവിംഗ് നെവർലാൻഡ്. മൈക്കിൾ ജാക്സണാൽ കുട്ടിക്കാലത്ത് ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതായി ആരോപിക്കുന്ന ബേർഡ് റോബ്സൺ, ജെയിംസ് സേഫ്ചക്ക് എന്നീ 2 പുരുഷന്മാരെ കേന്ദ്രീകരിച്ചാണ് ചിത്രം. തനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പകരമായി 2016 മൈക്കിൾ ജാക്സന്റെ എസ്റ്റേറ്റിനെതിരെ 1.6 ബില്യൺ തുകയുടെ നഷ്ടപരിഹാര കേസ് ഇവർ നൽകിയിരുന്നു. തങ്ങളെ 7-ാം വയസ്സ് മുതൽ 14 വയസ്സ് വരെ മൈക്കിൾ ജാക്സൺ പീഡിപ്പിച്ചുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ ആരോപണത്തിൽ മൈക്കിൾ ജാക്സന്റെ എസ്റ്റേറ്റിന് ഉത്തരവാദിത്തമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസ് തള്ളുകയായിരുന്നു. എന്നാൽ ആരോപണങ്ങളെ തള്ളി മൈക്കിൾ ജാക്സന്റെ കുടുംബം രംഗത്ത് വന്നു. സമാനമായ ആരോപണം 2005 ഉയർന്നപ്പോൾ മൈക്കിൾ ജാക്സണിനെ ഇയാൾ പിന്തുണച്ചിരുന്നുവെന്നും മൈക്കിൾ ജാക്സന്റെ കുടുംബം പറയുന്നു. ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന HBOക്കെതിരെയും മൈക്കിൾ ജാക്സന്റെ കുടുംബം രംഗത്ത് വന്നു. 1992 മൈക്കിൾ ജാക്സൺ HBOക്ക് ഏറ്റവും വലിയ ഹിറ്റ് സമ്മാനിച്ചതാണെന്നും അതിന്റെ കടപ്പാട് കാണിക്കാനുള്ള സമയമാണ് ഇതെന്നും ലീവിംഗ് നെവർലാൻഡ് പ്രദർശിപ്പിക്കരുത് എന്നും കുടുംബം എന്ന് പറഞ്ഞു. 1993 13 വയസ്സ് പ്രായമുള്ള ജോർദാൻ ചാനലിനെ മൈക്കിൾ ജാക്സൺ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. മൈക്കിൾ ജാക്സൺ ഈ അവകാശവാദങ്ങൾ നിരസിക്കുകയും $23 മില്യൺ കോടതിക്ക് പുറത്ത് കേസ് തീർപ്പാക്കുകയും ചെയ്തു. അന്വേഷണത്തിന് ശേഷം തെളിവുകളുടെയും സാക്ഷികളുടെയും അഭാവം മൂലം കുറ്റങ്ങൾ ചുമത്തിയില്ല. 1996 മൈക്കിൾ ജാക്സൺ മറ്റൊരു ആൺകുട്ടിയായ ജേസൺ ഫ്രാൻസിയയുടെ അമ്മയുമായി $2 മില്യണിലധികം കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്നു. 2003 ലവിംഗ് വിത്ത് മൈക്കിൾ ജാക്സൺ എന്ന ഡോക്യുമെന്ററിയിൽ ഉന്നയിച്ച ആശങ്കകളെ തുടർന്ന് 2005 മൈക്കിൾ ജാക്സൺ നിരവധി ബാലപീഡന ആരോപണങ്ങൾക്കായി ക്രിമിനൽ വിചാരണയ്ക്ക് വിധേയനായിരുന്നു. മൈക്കിൾ ജാക്സന്റെ ഡോക്ടറായിരുന്ന കോൺറാഡ് മുറെ മൈക്കിൾ ജാക്സനെ പിതാവ് ജോ ജാക്സൺ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമാക്കിയിരുന്നതായി കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയിരുന്നു. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് പിതാവ് ജോ ജാക്സൺ മൈക്കിൾ ജാക്സനെ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയതെന്ന് മൈക്കിൾ ജാക്സനെ ചികിത്സിച്ച വിവാദ ഡോക്ടറായ കോൺറാഡ് മുറെ പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട പിതാവാണ് അയാളെന്നും മൈക്കിളിന് സ്വതസിദ്ധമായ ശബ്ദം നഷ്ടമാക്കാതിരിക്കാനാണ് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വന്ധ്യംകരണം നടത്തിയതെന്നും മുറെ പറയുന്നു. മൈക്കിൾ ജാക്സന്റെ തുടർച്ചയായ വിജയവും പ്രശസ്തിയുമാണ് മൈക്കിൾ ജാക്സന് കിങ് ഓഫ് പോപ്പ് എന്ന പട്ടം നേടിക്കൊടുത്തത്. 1989 സോൾ ട്രെയിൽ ഹെറിറ്റേജ് പുരസ്കാരവേളയിൽ എലിസബത്ത് ടൈലർ മൈക്കിൾ ജാക്സനെ ദ ട്രൂ കിങ് ഓഫ് പോപ്പ് റോക്ക് ആൻഡ് സോൾ എന്ന് വിശേഷിപ്പിച്ചു. ആ കാലയളവിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് മൈക്കിൾ ജാക്സനെ ദശാബ്ദത്തിന്റെ കലാകാരനായി പ്രഖ്യാപിച്ചു. 1985 മുതൽ 1990 വരെയുള്ള കാലയളവിൽ മൈക്കിൾ ജാക്സൺ യുണൈറ്റഡ് നീഗ്രോ കോളേജ് ഫണ്ടിലേക്ക് $1.5 മില്യൺ സംഭാവനയായി നൽകിയിരുന്നു. അതുപോലെ മാൻ ഇൻ ദി മിറർ എന്ന ഗാനത്തിന്റെ എല്ലാ ലാഭവും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു. സമ്മി ഡേവിസ് ജൂനിയറിന്റെ 60ാം ജന്മദിനാഘോഷത്തിൽ മൈക്കിൾ ജാക്സൺ അവതരിപ്പിച്ച യു വെയർ ദേർ മൈക്കിൾ ജാക്സന് തന്റെ 2ാം എമ്മി നോമിനേഷൻ നേടിക്കൊടുത്തു. 1991 ടെഡി റിലേയുമായി ചേർന്ന് നിർമ്മിച്ച തന്റെ 8ാമത്തെ സ്റ്റുഡിയോ ആൽബമായ ഡേഞ്ചറസ് എന്ന ആൽബം മൈക്കിൾ ജാക്സൺ പുറത്തിറക്കുന്നത്. 7 തവണ അമേരിക്കയിലെ പ്ലാറ്റിനം സർട്ടിഫിക്കേഷൻ അർഹമായ ഡേഞ്ചറസ് എന്ന ആൽബത്തിന്റെ 30 മില്യണോളം പകർപ്പുകൾ 2008 കൂടി ലോകത്താകമാനം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഹീൽ ദി വേൾഡ് എന്ന ഗാനമാണ് വിജയകരമായത്. 1992 മൈക്കിൾ ജാക്സൺ തന്റെ സന്നദ്ധ സംഘടനയായ ഹീൽ ദി വേൾഡ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഈ സംഘടന പാവപ്പെട്ട കുട്ടികളെ മൈക്കിൾ ജാക്സന്റെ നെവർലാൻഡിലേക്ക് കൊണ്ടുവരികയും അവിടെ പണിത തീം പാർക്ക് റൈഡുകൾ ആസ്വദിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ ഫൗണ്ടേഷൻ പാവപ്പെട്ട അനാഥരും രോഗബാധിതരും യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരുമായ ലോകമെമ്പാടുമുള്ള കുട്ടികളെ സഹായിക്കാൻ ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിരുന്നു. അതേ വർഷമാണ് തന്റെ 2ാമത്തെ പുസ്തകമായ ഡാൻസിംഗ് ദി ഡ്രീം മൈക്കിൾ ജാക്സൺ പുറത്തിറക്കിയത്. ഈ പുസ്തകം സാമ്പത്തികമായി വലിയ വിജയമായിരുന്നുവെങ്കിലും കൂടുതലും വിമർശനങ്ങളാണ് നേടിയത്. എന്നാൽ 2009 മൈക്കിൾ ജാക്സന്റെ മരണശേഷം ഇത് പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ കൂടുതൽ വിമർശക പ്രീതി നേടാൻ സാധിച്ചിരുന്നു. ഈ കാലയളവിലാണ് മൈക്കിൾ ജാക്സൺ തന്റെ 2ാമത്തെ ടൂറായ ഡേഞ്ചറസ് വേൾഡ് ടൂറിൽ ഏർപ്പെടുന്നത്. 70 ഷോകളിലായി ഈ ടൂർ $10 കോടി നേടിയത്. 35 ലക്ഷം പേർ പങ്കെടുത്തു. ഈ $10 കോടി മൈക്കിൾ ജാക്സൺ തന്റെ സന്നദ്ധ സംഘടനയായ ഹീൽ ദി വേൾഡ് ഫൗണ്ടേഷന് നൽകി. ഈ ടൂറിന്റെ സംപ്രേഷണാവകാശം $2 കോടി HBO ചാനലിന് ലഭിച്ചു. ഇത് ഇന്നും തകർക്കപ്പെടാത്ത ഒരു നേട്ടമാണ്. 1993 ജനുവരിയിൽ മൈക്കിൾ ജാക്സൺ കാലിഫോർണിയയിലെ പസാദ്രയിൽ സൂപ്പർ ബൗൾ XLVII ഹാഫ് ടൈം ഷോ അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ ഹാഫ് ടൈം സമയത്തും മറ്റും കാണികളുടെയും ടെലിവിഷൻ പ്രേക്ഷകരുടെയും നിരക്ക് ക്രമാതീതമായി കുറഞ്ഞിരുന്നു.
ഇത് കണക്കിലെടുത്ത് നാഷണൽ ഫുട്ബോൾ ലീഗ് മൈക്കിൾ ജാക്സനെ കൊണ്ടുവരുന്നത് വഴി ഉയർന്ന റേറ്റിംഗുകൾ കരസ്ഥമാക്കാമെന്ന് കണക്കുകൂട്ടി. കളിയേക്കാളും ഹാഫ് ടൈമിലെ പ്രകടനത്തിന് പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിച്ച ചരിത്രത്തിലെ ആദ്യ സൂപ്പർ ബോൾ ആയിരുന്നു ഇത്. പ്രകടനത്തിന്റെ ആദ്യ 1.5 മിനിറ്റിൽ നിശ്ചലനായി നിന്ന് പിന്നീട് തന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തെറിഞ്ഞുകൊണ്ടാണ് മൈക്കിൾ ജാക്സൺ തന്റെ പ്രകടനം തുടങ്ങിയത്. 1994 മെയ് മാസത്തിൽ മൈക്കിൾ ജാക്സൺ റോക്ക് ആൻഡ് റോൾ രാജാവ് എൽവിസ് പ്രെസ്ലിയുടെയും പ്രിസില്ല പ്രെസ്ലിയുടെയും ഏക മകളായ ലിസ മേരി പ്രെസ്ലിയെ വിവാഹം ചെയ്തു. ലിസയ്ക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ലൈംഗികാരോപണ സമയത്ത് ലിസ മൈക്കിൾ ജാക്സനെ മാനസികമായി വളരെയധികം സഹായിച്ചിരുന്നു. ലിസയുടെ വാക്കുകൾ പ്രകാരം മൈക്കിൾ ജാക്സൺ തെറ്റുകാരനാണെന്ന് ലിസ കരുതിയിരുന്നില്ല. കൂടാതെ ആ കേസ് കോടതിക്ക് പുറത്ത് തീർക്കാനും മാനസികമായി തകർന്ന മൈക്കിൾ ജാക്സന് ആത്മവിശ്വാസം നൽകാനും ലിസയ്ക്ക് കഴിഞ്ഞു. 1996 സെപ്റ്റംബർ 7 ഹിസ്റ്ററി എന്ന ആൽബത്തിന്റെ പ്രചരണാർത്ഥം മൈക്കിൾ ജാക്സൺ ഹിസ്റ്ററി വേൾഡ് ടൂർ നടത്തി. ഈ സംഗീത പര്യടനം വളരെ വിജയകരമായി തീർന്നു. സംഗീത പര്യടനത്തിനിടയ്ക്കാണ് മൈക്കിൾ ജാക്സൺ തന്റെ ദീർഘകാല സുഹൃത്തും ത്വക്കുരോഗ സമയത്തെ നഴ്സുമായ ഡെബി റോയെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വെച്ച് ഒരു സ്വകാര്യ ചടങ്ങിൽ വിവാഹം ചെയ്യുന്നത്. വിവാഹ സമയത്ത് ഡെബി 6 മാസം ഗർഭിണിയായിരുന്നു. വിവാഹത്തിന് താല്പര്യമില്ലാതിരുന്ന മൈക്കിൾ ജാക്സൺ തന്റെ മാതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹത്തിന് സമ്മതിക്കുന്നത്. തുടർന്ന് 1997 ഫെബ്രുവരിയിൽ മൈക്കിൾ ജോസഫ് ജാക്സൺ ജൂനിയർ എന്ന പ്രിൻസ് ജാക്സൺ ജനിച്ചു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം 1998 സഹോദരി പാരിസ് ജാക്സൺ പിറന്നു. ഈ ദമ്പതികൾ 1999 വിവാഹമോചനം നേടുകയും തുടർന്ന് മക്കളുടെ കസ്റ്റഡി മൈക്കിൾ ജാക്സന് ലഭിക്കുകയും ചെയ്തിരുന്നു. 1999 മൈക്കിൾ ജാക്സൺ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് ലൂച്ചിയാനോ പവരോട്ടിയുമായി ചേർന്ന് ഇറ്റലിയിലെ മഡോണയിൽ സൗജന്യ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ഡോളറുകൾ നേടുകയും ചെയ്തു. ഈ പരിപാടിക്ക് ലാഭരഹിത സംഘടനയായ വാൾ ചൈൽഡിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഈ പരിപാടികളിൽ നിന്ന് ലഭിച്ച തുക ഗ്വാട്ടിമാല, കൊസോവ, യുഗോസ്ലാവിയ തുടങ്ങിയ രാജ്യങ്ങളിലെ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് നൽകി. ഇതേ തുടർന്ന് മൈക്കിൾ ജാക്സൺ ജർമ്മനിയിലും കൊറിയയിലും മൈക്കിൾ ജാക്സൺ ആൻഡ് ഫ്രണ്ട്സ് എന്ന പേരിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്റ്റേജ് പരിപാടികൾ സംഘടിപ്പിച്ചു. അതിൽ സ്ലാഷ്, ദ സ്കോർപിയൻസ്, ലൂതർ വാൻഡ്രോസ്, മറായ കേരി, AR റഹ്മാൻ, പ്രഭുദേവ, ശോഭന, ആൻഡ്രിയ ബോസ്ലി, ലൂച്ചിയാനോ പവരോട്ടി എന്നീ കലാകാരന്മാർ പങ്കെടുത്തു. ഇതിൽ നിന്നുള്ള വരുമാനം നെൽസൺ മണ്ടേല ചിൽഡ്രൻസ് ഫണ്ട്, റെഡ് ക്രോസ്, യുനെസ്കോ എന്നിവയ്ക്ക് നൽകി. 2000 മുതൽ 2001 വരെ മൈക്കിൾ ജാക്സൺ തന്റെ 10ാം സോളോ ആൽബമായ ഇൻവിസിബിളിന്റെ പണിപ്പുരയിലായിരുന്നു. ഈ ആൽബത്തിനായി അദ്ദേഹം ടെഡി റിലേ, റോഡ്നി ജെർക്കിൻസ് എന്നിവരുമായി സഹകരിച്ചിരുന്നു. വളരെയധികം പ്രതീക്ഷയോടെയാണ് മൈക്കിൾ ജാക്സൺ തന്റെ 10ാമത്തെ ആൽബമായ ഇൻവിസിബിൾ 2001 ഒക്ടോബറിൽ പുറത്തിറക്കിയത്. 13 രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയ ഈ ആൽബം ലോകമെമ്പാടുമായി 1.3 കോടി കോപ്പികളാണ് വിറ്റഴിച്ചത്. എന്നിരുന്നാലും ഈ ആൽബത്തിന്റെ വിൽപ്പന മൈക്കിൾ ജാക്സന്റെ മുൻ ആൽബത്തിന്റെ വിൽപ്പനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത്ര വിജയകരമായിരുന്നില്ല. റെക്കോർഡ് ലേബലായ സോണിയുമായുള്ള തർക്കവും ഈ ആൽബത്തിന്റെ പ്രചരണാർത്ഥം സംഗീത പര്യടനം നടത്താതിരുന്നതും ഇതിനെ പ്രതികൂലമായി ബാധിച്ചു. കൂടാതെ പൊതുവായി സംഗീത വ്യവസായ രംഗത്തിന് മോശം സമയമായിരുന്നു അത്. 2002 മൈക്കിൾ ജാക്സന്റെ 3ാമത്തെ കുട്ടി പ്രിൻസ് മൈക്കിൾ ജാക്സൺ 2ാമൻ ജനിക്കുന്നത്. എന്നാൽ കുട്ടിയുടെ അമ്മ ആരാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. കൃത്രിമ ബീജസങ്കലനത്തിലൂടെ തനിക്ക് പിറന്ന മകനാണ് പ്രിൻസ് എന്നാണ് മൈക്കിൾ ജാക്സൺ ആരാധകരോടന്ന് പറഞ്ഞത്. ആ വർഷം നവംബർ 20 ജർമ്മനിയിലെ ബെർലിനിലുള്ള ഹോട്ടൽ അഡ്ലോണിൽ തന്റെ 4ാം നിലയിലുള്ള റൂമിൽ വെച്ച് മൈക്കിൾ ജാക്സൺ തന്റെ കുഞ്ഞിനെ ഹോട്ടലിന് താഴെ നിൽക്കുന്ന ആരാധകർ കാണുന്നതിന് വേണ്ടി ബാൽക്കണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് നീട്ടിയത് വളരെയധികം വിമർശന വിധേയമായിരുന്നു. ഇതിന് പിന്നീട് മാപ്പ് പറഞ്ഞു മൈക്കിൾ ജാക്സൺ. അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചു. മാർച്ച് 2009 ലണ്ടനിലെ O2 അരീനയിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മൈക്കിൾ ജാക്സൺ തന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുന്നു. ദിസ് ഈസ് ഇറ്റ് എന്ന് പേരിട്ടുള്ള മ്യൂസിക് ഷോ 1996, 1997 ഹിസ്റ്ററി വേൾഡ് ടൂറിന് ശേഷമുള്ള മൈക്കിൾ ജാക്സന്റെ ആദ്യ സംഗീത പര്യടനമായിരുന്നു. ആദ്യം ലണ്ടനിലും തുടർന്ന് പാരീസിലും ന്യൂയോർക്കിലും മുംബൈയിലുമായിരുന്നു ഷോകൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. തുടക്കത്തിൽ 10 പരിപാടികളാണ് വെച്ചിരുന്നതെങ്കിലും ലണ്ടനിലെ ഈ ഷോകൾ പിന്നീട് 50 എണ്ണമായി വർദ്ധിച്ചു. 2 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷം ടിക്കറ്റിന്റെ റെക്കോർഡ് വിൽപ്പനയായിരുന്നു ഇതിന് കാരണം. കെന്നി ഒട്ടേഗയുടെ സംവിധാനത്തിൽ ആഴ്ചകളോളം ലോസ് ആഞ്ചലസിലെ സ്റ്റാപ്പിൾ സെന്ററിലായിരുന്നു മൈക്കിൾ ജാക്സൺ പരിശീലനം നടത്തിയിരുന്നത്. ആദ്യ ഷോ ലണ്ടനിൽ തുടങ്ങുന്നതിന് 3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എല്ലാ ഷോകളുടെയും ടിക്കറ്റുകൾ വിറ്റുതീർന്നിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ആരാധകരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ 25 മൈക്കിൾ ജാക്സൺ ലോകത്തോട് വിട പറഞ്ഞു. മൈക്കിൾ ജാക്സന്റെ മരണവാർത്ത ലോകമെങ്ങും പടരുകയും അനുശോചനങ്ങൾ പ്രവഹിക്കുകയും ചെയ്തു. ഓൺലൈൻ വഴി ഈ വാർത്ത വളരെ പെട്ടെന്ന് ലോകമെങ്ങും പടർന്നതുമൂലം ദശലക്ഷക്കണക്കിനുള്ള മൈക്കിൾ ജാക്സണുമായി ബന്ധപ്പെട്ട തിരയലുകൾ ഉണ്ടായി.
തുടർന്ന് ഗൂഗിൾ ഇതൊരു ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ആണെന്ന് കരുതുകയും മൈക്കിൾ ജാക്സണുമായി ബന്ധപ്പെട്ട തിരയലുകൾ 30 മിനിറ്റ് നേരത്തേക്ക് ബ്ലോക്ക് ചെയ്തു വെക്കുകയും ചെയ്തു. ട്വിറ്ററിനെയും വിക്കിപീഡിയയും എല്ലാം ഇത് ബാധിച്ചു. വിക്കിമീഡിയ ഫൗണ്ടേഷന്റെ കണക്ക് പ്രകാരം മരണശേഷമുള്ള ആദ്യ മണിക്കൂറിൽ ഏകദേശം 10 ലക്ഷം പേരാണ് മൈക്കിൾ ജാക്സന്റെ വിക്കിപീഡിയയിലെ ജീവചരിത്രം വായിച്ചത്. വിക്കിപീഡിയയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മണിക്കൂർ കാലയളവിൽ ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുന്ന പേജായി ഇത് മാറി. AOL ഇൻസ്റ്റന്റ് മെസ്സഞ്ചർ 40 മിനിറ്റ് നേരത്തേക്ക് ക്രാഷ് ആയി. AOL ഇതിനെ ഇന്റർനെറ്റിലെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ സമയത്ത് ഏകദേശം 15% ട്വിറ്റർ പോസ്റ്റുകളിലും മൈക്കിൾ ജാക്സൺ എന്ന പേര് പരാമർശിക്കപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ടെലിവിഷനുകളിൽ മൈക്കിൾ ജാക്സണുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നു. 2014 മെയ് 13 സോണി മ്യൂസിക്കിന്റെ എപ്പിക് റെക്കോർഡ് വഴി മൈക്കിൾ ജാക്സന്റെ രണ്ടാമത്തെ മരണാനന്തര ആൽബമായ എസ്കേപ്പ് പുറത്തിറങ്ങി. പണ്ട് പുറത്തിറങ്ങാതെയുള്ള 8 ഗാനങ്ങൾ അടങ്ങിയിട്ടുള്ളതായിരുന്നു ഈ ആൽബം. തുടർന്ന് 2014 മെയ് 18 ബിൽബോർഡ് സംഗീത പുരസ്കാര വേളയിൽ ഹോളോഗ്രഫിയിലെ പെപ്പഗോസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൈക്കിൾ ജാക്സൺ പ്രത്യക്ഷപ്പെടുകയും പുതിയ ആൽബത്തിലെ സ്ലേവ് ടു ദ റിതം എന്ന ഗാനം അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അതേ വർഷം അവസാനം ക്യൂൻ തങ്ങളുടെ മുൻ പ്രധാന ഗായകനായ ഫ്രെഡി മെർക്കുറിയും മൈക്കിൾ ജാക്സണും ചേർന്ന് 1980കളിൽ പാടിയ 3 ഗാനങ്ങൾ പുറത്തിറക്കി. മൈക്കിൾ ജാക്സന്റെ സംഗീത ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ കലാകാരന്മാരാണ് ലിറ്റിൽ റിച്ചാർഡ്, ജെയിംസ് ബ്രൗൺ, ജാക്കി വിൽസൺ, ഡയാന റോസ്, ഫ്രെഡ് ആസ്റ്റെയർ, സമി ഡേവിസ്, ജീൻ ഗിലി എന്നിവർ. ഇവരിൽ ജെയിംസ് ബ്രൗൺ ആയിരുന്നു മൈക്കിൾ ജാക്സനെ ഏറ്റവും അധികം സ്വാധീനിച്ചിരുന്നത്. തന്നെ ഒരു കലാകാരനാക്കി മാറ്റിയത് ജെയിംസ് ബ്രൗണിനോടുള്ള തന്റെ ആരാധനയും അദ്ദേഹത്തെ പോലെയാകാനുള്ള ആഗ്രഹവുമാണ് എന്ന് മൈക്കിൾ ജാക്സൺ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബാലനായിരുന്നപ്പോൾ മൈക്കിൾ ജാക്സൺ തന്റെ ആലാപന ശൈലി ഡയാന റോസിൽ നിന്നാണ് പഠിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ മൈക്കിൾ ജാക്സൺ പലപ്പോഴും റോസിനോട് എനിക്ക് നിങ്ങളെപ്പോലെ ആകണമെന്ന് പറയുമായിരുന്നു. നീ ആയാൽ മതി എന്നായിരുന്നു അപ്പോൾ അവരുടെ മറുപടി. ബാല്യകാലം മുതൽ മൈക്കിൾ ജാക്സൺ പലപ്പോഴും ഗാനം ആലപിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആശ്ചര്യത്തോടെ എന്ന് പറയുമായിരുന്നു. ഇത് പലപ്പോഴും റോസ് തന്റെ ആദ്യകാലങ്ങളിലെ ഗാനങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായിരുന്നു. പോപ്പ്, സോൾ, റിതം ആൻഡ് ബ്ലൂസ്, ഫങ്ക്, റോക്ക്, ഡിസ്കോ, പോസ്റ്റ് ഡിസ്കോ, ഡാൻസ് പോപ്പ്, ന്യൂ ജാക്ക് സ്വിംഗ് തുടങ്ങിയ സംഗീത വിഭാഗങ്ങളിലാണ് മൈക്കിൾ ജാക്സൺ കൂടുതൽ ഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കലാകാരന്മാരെയും പോലെ കടലാസിൽ ഗാനങ്ങൾ എഴുതുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവ ആദ്യം ടേപ്പ് റെക്കോർഡിംഗിൽ റെക്കോർഡ് ചെയ്യുകയാണ് മൈക്കിൾ ജാക്സൺ ചെയ്യുക. അതുപോലെ സംഗീത രചനാ സമയത്ത് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ ആ ഉപകരണങ്ങളുടെ ശബ്ദം വായ കൊണ്ട് ഉണ്ടാക്കുകയായിരുന്നു. ബീറ്റ് ബോക്സിംഗ്. വളരെ ചെറുപ്പം മുതൽ പാടാൻ തുടങ്ങിയ മൈക്കിൾ ജാക്സന്റെ ശബ്ദത്തിനും ആലാപന ശൈലിക്കും കാലക്രമേണ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1971നും 1975നും ഇടയ്ക്ക് മൈക്കിൾ ജാക്സന്റെ ശബ്ദം ഉയർന്ന ശബ്ദത്തിൽ പാടുന്ന ഒരു കുട്ടിയുടേതിൽ നിന്നും ഒരു പുരുഷ സ്വരമായി മാറി. വോക്കൽ ഹിക്കപ്പ് എന്ന വിദ്യ ആദ്യമായി ഗാനങ്ങളിൽ കൊണ്ടുവന്നത് മൈക്കിൾ ജാക്സൺ ആയിരുന്നു. 1973 ദി ജാക്സൺസ് 5ന്റെ ഗാനത്തിലാണ് മൈക്കിൾ ജാക്സൺ ഇത് ആദ്യമായി ഉപയോഗിച്ചത്. പിന്നീട് ഇത് മൈക്കിൾ ജാക്സന്റെ പല ഗാനങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. 1970കളുടെ അന്ത്യത്തിൽ ഓഫ് ദി വോൾ എന്ന ആൽബത്തിന്റെ വരവോടുകൂടി ഒരു ഗായകൻ എന്ന നിലയിലുള്ള മൈക്കിൾ ജാക്സന്റെ കഴിവുകൾ വളരെ പ്രശംസ നേടി. ആ സമയത്താണ് റോളിംഗ് സ്റ്റോൺ മാഗസിൻ മൈക്കിൾ ജാക്സന്റെ ശബ്ദം സ്റ്റീവി വണ്ടറിന്റെ ശബ്ദവുമായി താരതമ്യം ചെയ്തത്. ഓൾ മ്യൂസിക്കിന്റെ സ്റ്റീവിന്റെ വാക്കുകൾ പ്രകാരം മൈക്കിൾ ജാക്സൺ സംഗീത വീഡിയോയെ അവയുടെ സങ്കീർണമായ കഥഗതികളിലൂടെയും ഡാൻസ് രീതികളിലൂടെയും പ്രത്യേക ഇഫക്റ്റുകൾ വഴിയും പ്രശസ്തരായ അതിഥികളുടെ പ്രത്യക്ഷപ്പെടൽ വഴിയും മറ്റും കലാരൂപമായും അതിനോടൊപ്പം ഒരു പരസ്യ ഉപകരണവുമാക്കി മാറ്റുകയും അതിലൂടെ വർണ്ണവിവേചനത്തിന്റെ അതിർവരമ്പുകൾ തകർക്കുകയും ചെയ്തു. ത്രില്ലറിന് മുൻപ് മൈക്കിൾ ജാക്സൺ താൻ കറുത്തവനായതിനാൽ MTVയിൽ തന്റെ വീഡിയോകൾ സംപ്രേഷണം ചെയ്യില്ലായിരുന്നു. മൈക്കിൾ ജാക്സന്റെ ബീറ്റ് ഇറ്റ്, ബില്ലി ജീൻ, ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണവിഭജനത്തിന്റെ ഇത്തരം അതിർവരമ്പുകൾ തകർക്കാനും ശൈശവദിശയിലായിരുന്ന MTV ചാനലിന്റെ വളർച്ചയ്ക്കും കാരണമായി. ഇതിനുശേഷം മറ്റു കറുത്തവർഗക്കാരായ ഗായകരുടെയും പാട്ടുകൾക്ക് MTVയിൽ നിന്നുള്ള അപ്രഖ്യാപിതമായ നിരോധനം ഒഴിവാക്കാനും ഇത് സഹായിച്ചു. മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ പോലുള്ള ഹ്രസ്വചിത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ത്രില്ലർ ക്രമേണ ആഗോള പോപ്പ് സംസ്കാരത്തിന്റെ ഭാഗമായി മാറി. ഇന്ത്യൻ സിനിമകളിൽ മുതൽ ഫിലിപ്പീൻസിലെ ജയിലുകളിൽ വരെ ത്രില്ലർ വീഡിയോയും അതിലെ നൃത്തശൈലിയും എത്തപ്പെട്ടു. ത്രില്ലർ സംഗീത വീഡിയോകളുടെ വർധനവിന് കാരണമായിട്ടുണ്ട്. ഇത് പിന്നീട് എക്കാലത്തെയും ഏറ്റവും വിജയകരമായ സംഗീത വീഡിയോ എന്ന പേരിൽ ഗിന്നസ് പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു. 19 മിനിറ്റ് ദൈർഘ്യമുള്ള ബാഡിന്റെ വീഡിയോ സംവിധാനം ചെയ്തത് മാർട്ടിൻ സ്കോർസെസെ ആയിരുന്നു. മൈക്കിൾ ജാക്സന്റെ മുമ്പുള്ള വീഡിയോകളിൽ കണ്ടിട്ടില്ലാത്ത ലൈംഗിക ഇമേജറിയും നൃത്തശൈലിയും തുടങ്ങിയത് ഈ വീഡിയോ മുതലായിരുന്നു. ഇടയ്ക്കിടെ തന്റെ നെഞ്ച്, ഉടൽ എന്നിവ തടവിയ മൈക്കിൾ ജാക്സൺ തന്റെ ജനനേന്ദ്രിയ ഭാഗത്ത് പിടിക്കുന്നതും ഇതിൽ കാണാമായിരുന്നു. ഈ വീഡിയോയിൽ വെസ്ലി സ്നൈപ്പ് ചെറിയ വേഷത്തിലെത്തിയിരുന്നു. ഈ വീഡിയോ മുതൽ മൈക്കിൾ ജാക്സന്റെ മിക്ക വീഡിയോകളിലും പ്രശസ്തരായ പല ആളുകളും അപ്രതീക്ഷിതമായി കടന്നു വരുമായിരുന്നു. സ്മൂത്ത് ക്രിമിനൽ എന്ന വീഡിയോയ്ക്ക് വേണ്ടി മൈക്കിൾ ജാക്സൺ ഗുരുത്വാകർഷണം മറികടന്ന് നിൽക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് 45 ഡിഗ്രി കോണിൽ മുന്നോട്ട് ആഞ്ഞു നിൽക്കാനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചു.
അങ്ങനെ മുന്നോട്ട് ഊന്നി നിൽക്കാൻ വേണ്ടി, വേദിയിൽ കാലുറപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഷൂ വികസിപ്പിച്ചെടുത്തു. 1997 പുറത്തിറങ്ങിയ എർത്ത് സോങ് വീഡിയോ വളരെ ചിലവേറിയതും വിമർശക പ്രീതി പിടിച്ചു പറ്റിയതുമായ ഒന്നായിരുന്നു. ഗ്രാമി നാമനിർദ്ദേശം ലഭിച്ച ഈ ഗാനത്തിന്റെ വീഡിയോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു. മൃഗങ്ങളോടുള്ള ക്രൂരതകൾ, വനനശീകരണം, മലിനീകരണം, യുദ്ധത്തിന്റെ ചിത്രങ്ങളും കെടുതികളും പ്രത്യേക ഇഫക്റ്റുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഈ വീഡിയോ യുദ്ധങ്ങൾ അവസാനിക്കുന്നതും കാടുകൾ വളരുന്നതിലും അവസാനിക്കുന്നു. പിന്നീട് പുറത്തിറങ്ങിയ മൈക്കിൾ ജാക്സന്റെ ഗോസ്റ്റ് എന്ന ചിത്രം കാൻ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. മൈക്കിൾ ജാക്സണും സ്റ്റീഫൻ കിങ്ങും ചേർന്ന് എഴുതിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സ്റ്റാൻ വിൻസ്റ്റൺ ആണ്. 38 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഏറ്റവും ദൈർഘ്യമേറിയ സംഗീത വീഡിയോ എന്ന പേരിൽ ഗിന്നസ് പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു. മാധ്യമങ്ങൾ മൈക്കിൾ ജാക്സനെ കിങ് ഓഫ് പോപ്പ് എന്ന് വിളിക്കുന്നതിന് കാരണം തന്റെ സംഗീത ജീവിതത്തിനിടയിൽ അദ്ദേഹം സംഗീത വീഡിയോയെ ഒരു കലാരൂപമായും അതിനോടൊപ്പം ഒരു പരസ്യ ഉപകരണവുമായി മാറ്റിയതും അതിലൂടെ ആധുനിക പോപ്പ് സംഗീതത്തിന്റെ വളർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തതുകൊണ്ടാണ്. തന്റെ സംഗീതം വഴിയും മനുഷ്യത്വപരമായ സംഭാവനകൾ വഴിയും മൈക്കിൾ ജാക്സന് ലോകമെമ്പാടും സമാനതകളില്ലാത്ത സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. 2009 ജൂലൈയിൽ ചന്ദ്രന്റെ പര്യവേഷണം, സെറ്റിൽമെന്റ്, വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്ന ലൂണ റിപ്പബ്ലിക് സൊസൈറ്റി ചന്ദ്രനിലുള്ള ഒരു ഗർത്തത്തിന് മൈക്കിൾ ജാക്സൺ എന്ന് പേര് നൽകി ആദരിച്ചിരുന്നു. മൈക്കിൾ ജാക്സൺ മരിച്ച് 15 വർഷങ്ങൾക്കിപ്പുറവും പുതിയ തലമുറയിലെ ഒരു കൊച്ചുകുട്ടി പോലും മൂൺവാക്ക് പോലുള്ള നൃത്ത ചുവടുകൾ അനുകരിക്കുന്നതും ഡേഞ്ചറസിലെ വരികൾ പാടുന്നതും അദ്ദേഹം കിങ് ഓഫ് പോപ്പ് ആയതുകൊണ്ടാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കൂ. ദിസ് ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർക്കേസ്.